ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്ലാനില്ലാണ്ട് കണ്ടൊരു സിനിമയായിരുന്നു പൊന്മാൻ. ഒരു പൊന്ന് പോലത്തെ നൈസ് പടം. ജിയർ ഇന്ദുഗോപന്റെ തന്നെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന ബുക്കിന്റെ അഡാപ്റ്റേഷൻ ആണ് സിനിമ. സ്ത്രീധനമാണ് കൺസെപ്റ്റ്. സത്യം പറയാലോ, സ്ത്രീധനം എന്ന പേര് അല്ലെങ്കിൽ ആ ഒരു സംഭവം പോലും നമ്മൾ വെറുത്തു പോകും. അത്ര നമുക്ക് സഹിക്കാൻ വലിയ സിനിമ കണ്ടതിന് ശേഷം. ശരിയാണ്, ഈ ഒരു സിനിമ ഇറങ്ങിയത് സ്ത്രീധനം എന്ന ആ സംഭവം കംപ്ലീറ്റ്ലി മാറാനൊന്നും പോലുള്ള, എന്നാലും ആ തിയേറ്ററിൽ കണ്ടിരിക്കുന്ന ഒരു ഒന്ന് രണ്ട് ആൾക്കാരുടെ മനസ്സിലും അറിയാം വളരെ നല്ലൊരു കാര്യം. ഏതായാലും ഡെബ്യൂ ഡയറക്ടർ ജ്യോതി ശങ്കർ പൊളിച്ചു. എഴുതിയിരിക്കുന്നത് ജിയർ ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു കൂടെയാണ്. സ്റ്റോറി വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇതിലെ ക്യാരക്ടറൈസേഷൻ അതാണ് ഈ സിനിമയുടെ ഒരു കീ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനെ വളരെ ഭംഗിയായിട്ട് വളരെ റിലേറ്റബിൾ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവരുടെ പ്രത്യേക അടുപ്പം തോന്നില്ല മെയിൻ ക്യാരക്ടേഴ്സിനോട്, വില്ലന്മാരെ ഒഴിച്ച്. എസ്പെഷ്യലി ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സോ വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആൻഡ് വെരി വെൽ എക്സിക്യൂട്ടഡ് സിനിമ. നന്നായി ടെൻഷൻ അടിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ആക്ഷൻ സീക്വൻസസ് കൊള്ളായിരുന്നു. ബേസിൽ ജോസഫ് ഇപ്പൊ ശരിക്കും ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ആക്ടർ തന്നെയാണ് കേട്ടോ. എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി സ്ക്രിപ്റ്റ്സ്, ഈച്ച് ആൻഡ് എവറി മൂവീസ് ഏതെങ്കിലും ഒരു രസത്തില് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം പറ്റുന്നുണ്ട്. മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ് ഒരു ഇമ്പോർട്ടൻറ്റ് സോള് തന്നെയാണ് സിനിമയുടെ. എഡിറ്റിംഗ് ടൈറ്റൻ ക്രിസ്പ് ആയിരുന്നു. വിഷ്വൽസ് ബൈ സനു ജോൺ വർഗീസ് വളരെ നന്നായിരുന്നു. ആപ്റ്റ് ദ ടോൺ ഓഫ് ദ ഫിലിം ആയിരുന്നു. ഇനി പെർഫോമൻസിനെ പറ്റി പറയാം. ബേസിൽ ജോസഫിന്റെ കരിയർ ബേസ്ഡ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. എന്തൊരു നീറ്റായിട്ട് ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തത്, ആ ഒരു ഇമോഷണലി മെന്റലിയും വളരെ നന്നായിട്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സജിൻ ഗോപു ആസ് മറിയോൻ. ഇനി മുതൽ നമ്മുടെ മനസ്സിൽ ആവേശത്തിലെ അമ്പാനൊന്നും ഉണ്ടാവില്ല ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഇനി മുതൽ ആകെ ഇതിൽ മാരിയോൻ എന്ന ക്യാരക്ടർ മാത്രം ഉണ്ടാവുള്ളൂ. അത്ര നമുക്ക് ഇടിച്ചിട്ട് തൂക്കാൻ തോന്നും. പിന്നെ ലിജോ മോൾ ജോസ് ആസ് സ്റ്റെഫി വളരെ നന്നായിട്ട് വളരെ നാച്ചുറൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആനന്ദ് മന്മഥൻ ശരിക്കും ഞെട്ടിച്ചിട്ടു ആസ് ബ്രൂണോ. നന്നായിട്ട് തന്നെ ആ ഒരു ഇമോഷണലിയൊക്കെ ബാലൻസ് ചെയ്ത് വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദീപക് പറമ്പോൾ, ജയ കുറുപ്പ്, സന്ധ്യ രാജേന്ദ്രൻ ഇവരെല്ലാവരും നന്നായിരുന്നു. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റൂം സീക്വൻസ് ഉണ്ട് ബേസിൽ ജോസഫ്. ആ ഒരു മോണോലോഗ് പോലെയാണ് അത്. കുറച്ച് ഡയലോഗ്സ് കുറച്ച് ഓവർബോർഡായി പോയ ഒരു ഫീൽ വരും. പിന്നെ ചില സീനുകൾ ഭയങ്കര റിപ്പീറ്റഡ് ആയ പോലെ ഒരു തോന്നലും വരും. പക്ഷെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പെർഫോമൻസ് വൈസ് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഓവറോൾ ഇമോഷണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന സിനിമയാണ് പൊന്മാൻ. ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും മോസ്റ്റ്ലി സിനിമ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. മസ്റ്റ് വാച്ച്.